ഹായ്, വെൽക്കം ടു എയ്സഡ് ബി അക്കാഡമി. എയ്സഡ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എന്താണ്, PSCയുടെ ഒക്ടോബർ മാസത്തെ കലണ്ടർ, എക്സാം കലണ്ടർ നമ്മുടെ ഔട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോവാം. നമുക്ക് ഒക്ടോബർ മാസത്തിൽ ഏതൊക്കെയാണ് എന്താണ് നമുക്ക് വരാൻ പോകുന്ന എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് കേട്ടോ നമ്മുടെ PSCയുടെ പേജ്. PSCയുടെ പേജിൽ കയറുക, അതിൻ്റെ നമ്മുടെ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഈ സെക്ഷനിലേക്ക് പോവുക. എക്സാമിനേഷൻ എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് വീണ്ടും ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. നമ്മൾ അവിടുന്ന് എക്സാമിനേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നമ്മുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ആണ് ഒക്ടോബർ മാസത്തെ കലണ്ടർ ഔട്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഓൾറെഡി ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഡേറ്റുകളൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ എക്സാമിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കി. ഇതിനകത്ത് കണ്ടിപ്പം ഒരുപാട് എക്സാം ഒക്ടോബർ വരാനിരിക്കുന്ന എല്ലാ എക്സാമുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് വരാനിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു എക്സാമാണ്. നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന 733/2025 733/2025 ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് എന്നാ നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്? അത് നോക്കിയേ, ഒക്ടോബറിൽ തന്നെ 3/10/2026 3/10/2026 എന്ന് നടക്കാൻ പോകും നിങ്ങളുടെ ലാബ് അസിസ്റ്റൻറ്റ് എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ന് വരും, അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കോളത്തിൽ തന്നെ ഉണ്ട്. 18/9 നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്ന് തുടങ്ങുന്നതാണ്. എത്ര ആൾക്കാർ അയച്ചിട്ടുണ്ടെന്ന് നോക്കിയതാ, നമ്മുടെ കോമ്പറ്റീഷൻ നോക്കിയേ എത്ര, 1,20,861 1,20,000 അല്ലെ 1,30,000 അടുത്ത ആൾക്കാരോട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഡേറ്റയൊക്കെ വന്ന് നമ്മളുടെ കോമ്പറ്റീഷൻ എപ്പോഴും ആരോട്ടാ, നമ്മളോട്ട് തന്നെ ആയിരിക്കും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ തന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിക്കൊണ്ട് വേണം പോകാൻ. നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം, എക്സാം ഇതിലേക്ക് പോകാം. ഏതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്? നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. അതെന്നാ 8-ാം തീയതിയാണ് അതിൻ്റെ എക്സാം നടക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഇതുണ്ടോ, കോമ്പറ്റീഷൻ കുറവാണ്, അത്രയും പോസ്റ്റേ കാണത്തുള്ളൂ അതിനല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഇതിൽ നോക്കാം. വേണ്ട മോട്ടോർ മെക്കാനിക്ക് എവിടെയാണ്? ഹെൽത്ത് സർവീസിൽ. അത് ഓരോ ജില്ലയിലും വിളിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കണ്ണൂർ, ആലപ്പുഴ. ഇവിടുത്തെ എല്ലാം നടക്കാൻ പോകുന്നത്, ഇവിടുത്തെ എല്ലാം എക്സാം നടക്കാൻ പോകുന്ന ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എവിടേക്കാണ് തന്നേക്കുന്നത്? 13/10 ചൊവ്വാഴ്ചയാണ് നമുക്ക് നടക്കാൻ പോകുന്നത്? മോട്ടോർ മെക്കാനിക്കിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. ഹെൽത്ത് സർവീസിൻ്റെ. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡേറ്റ് എന്നാണ് അതിൻ്റെ ഇത് വരുന്നതെന്നൊക്കെ ഉള്ള നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എക്സാമിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഏതാണ്? നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ എക്സാം എന്നാണ് വരാൻ പോകുന്നത്? നമുക്ക് 14/10/2026 14-ാം തീയതി, ഒരു 14-ാം തീയതി ബുധനാഴ്ചയാണ് നിങ്ങളുടെ നടക്കാൻ പോകുന്നത്? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കറിയാം ഓൾറെഡി ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും, ഇതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള മിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ട്, മാക്സിമം ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ എക്സാം ഡേറ്റ് നിങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ ഇനി എത്ര ദിവസം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക. നമ്മൾ മാക്സിമം ഇനി ചെയ്യുക, പഠിച്ചത് റിവൈസ് ചെയ്യുക. പഠിക്കാനുള്ള ടൈം മുന്നിയുണ്ട്. നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി അങ്ങോട്ട് ഒരു ദിവസം ഒരെണ്ണമെങ്കിലും വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പം ചെയ്യുന്നതിനകത്ത് മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാവുകയും ആ മിസ്റ്റേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് നമ്മുടെ സ്കോർ കൂട്ടുക. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അടുത്ത എക്സാം ഇതേപോലെ ഒരുപാട് എക്സാമിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ സൈറ്റിൽ കയറി ഞാനിത് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ തുടക്കം. അതെടുക്കുക, നിങ്ങളുടെ എക്സാം എന്നാണെന്ന് നോക്കുക, അതിൻ്റെ ഡേറ്റകളെല്ലാം നോക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് VFA കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് VFA കുറിച്ച് ഇതിനകത്ത് പറയുന്നത്? VFAയുടെ ഡേറ്റ് എന്ന് വന്നെന്നാണ് പറയുന്നത്. ഇതുണ്ടോ, VFAയുടെ ഡേറ്റ് 17-ാം തീയതി ഒക്ടോബർ 17-നുണ്ട്. എവിടെയൊക്കെയാണ്? ആലപ്പുഴയിലുണ്ട്, കോട്ടയത്തുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. ആലപ്പുഴ, കോട്ടയം, പിന്നെ എവിടെയൊക്കെയാണ്? തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്. ഈ 5 ജില്ലകളിൽ എന്നാണെന്ന് നമുക്ക് പറയുന്നത് നമ്മുടെ VFA എന്താണ്?
നമ്മളിനി അടുത്ത നിങ്ങളെല്ലാവരും നോക്കുന്നൊരു എക്സാം ആയിരിക്കും ഇല്ലേ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കഴിഞ്ഞാൽ ഇനി എല്ലാവരും നോക്കി വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആയിരിക്കും എന്ത്, VFA നമ്മുടെ എന്നാണെന്ന് പറയുന്നത് 5 ജില്ലകളുടെ ഡേറ്റ് നമുക്ക് വന്നു. ഏതൊക്കെ ജില്ലയുടെയാ? തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്, കോട്ടയം, ആലപ്പുഴ 5 ജില്ലകളുടെ ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് VFAയുടെ വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും? ഇത് കണ്ടോ, നമുക്ക് ഓരോ ജില്ലയിലും അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം അറിയാൻ പറ്റും. എത്ര? 39,000, 40,000, 17,000 ഒക്കെ വെച്ചിട്ടുണ്ട്. എന്ത്, നിങ്ങളുടെ കോമ്പറ്റീഷൻ ഈ ലെവലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ നമ്പേഴ്സ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കോമ്പറ്റീഷൻ എപ്പോഴും എന്താണ്, നമ്മൾ എപ്പോഴും ഈ എണ്ണം കൂടുതലാണ്. 1,00,000 പേര് എഴുതുന്നില്ല, 1 കോടി ആൾ എഴുതുന്നു എന്ന് പ്രോബബിലിറ്റി വെച്ചിട്ട് നമുക്ക് ടെൻഷൻ അടിക്കാം, അതിൽ പഠിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കില്ലേ എന്ന്. പക്ഷെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതൊക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നത്തേ ഇല്ല. നമുക്ക് അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത കാര്യങ്ങളിലേക്ക് നോക്കാം. അടുത്ത സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് SBCID എന്ത് വന്നിട്ടുണ്ട്? നമ്മളുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാണ്? 28/10/2026 ബുധനാഴ്ചയാണ് എന്ത്, SBCID എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ എന്താണ്, 13-ാം തീയതി അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നമുക്ക് വരുന്നതാണ്. അങ്ങനെയാണ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, അതെന്താണ്? അത് മലപ്പുറം ജില്ലയുടേത് 29-ാം തീയതിയാണ് നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെയും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളതും ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ VFAയുടെ കാര്യങ്ങൾ തന്നെ. VFAയുടെ എന്താണ്, ഒരു 5 ജില്ലയുടെ നമ്മൾ പറഞ്ഞ്, ബാക്കി ജില്ലയുടെ എത്ര, ഒരു 4 ജില്ലയുടെ ഇവിടെ കിടപ്പുണ്ട്. അതെന്നാ? കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ. എന്നാണ് നമ്മുടെ എക്സാം വരാൻ പോകുന്നത്? 31/10/2026 31-ാം തീയതിയാണല്ലേ. എന്ന് വെച്ചാൽ കൊല്ലംകാർക്കല്ല, ഇത്രയും ജില്ലക്കാർക്ക് എന്താ, കുറച്ച് നാളും കൂടെ അധികം പഠിക്കാനായിട്ട് കിട്ടും. നിങ്ങളുടെ ഡേറ്റ് നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താണ്, നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുക, ഇനി എത്ര സ്പീഡിൽ ഓടി, അല്ലേ നമ്മുടെ എഫേർട്ട് ഇനിയാണ് നമ്മൾ മാക്സിമം ഇടേണ്ടത്. ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം ഓടി എത്തുന്നവർക്കായിരിക്കും എന്ത്, ജോലി കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് കാണാൻ എന്ത് കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ വേക്കൻസി എല്ലാം അപ്ലൈ ചെയ്ത ആപ്ലിക്കൻറ്റിൻ്റെ എണ്ണം നമുക്കിവിടെ കാണാം അല്ലേ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വിട്ടേരെ. നമ്മളുടെ ലക്ഷ്യം എന്താണ്, ഇതിലൊരു ജോലി മേടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ VFAയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, VFA നമ്മുടെ മുമ്പിൽ ഇനി അത്യാവശ്യം സമയമുണ്ടില്ലേ. ഈ ടൈമിനുള്ളിൽ VFA ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ AZB അക്കാഡമി എന്താണ്, നിങ്ങൾ ഇപ്പം ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ, അല്ലേ ഓൾറെഡി പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാണ്, റിവിഷൻ എനിക്കൊന്ന് ചെയ്യണം, ലാസ്റ്റ് കുറച്ച് നാളായിട്ട് ഞാൻ ടച്ച് വിട്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മാത്രം മതി, നമ്മളുടെ സ്റ്റാഫുകൾ അല്ലെ നമ്മളുടെ ഇവിടുത്തെ ടീമിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്യുക. അവർ വ്യക്തമായിട്ട് എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മുടെ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ വീക്ക്ലി റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ട്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, മോട്ടിവേഷണൽ സെക്ഷൻസ് ഉണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്. മീൻസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു എക്സാമിന് നിങ്ങളെ ക്രാക്ക് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ VFA ജോലി നിങ്ങൾക്ക് മേടിക്കാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, അതിനേക്കാൾ മടങ്ങ് എഫേർട്ട് നമ്മുടെ ടീം ഇടുന്നതായിരിക്കും. എങ്ങനെ, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി, കറണ്ട് അഫെയർ എങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലാക്കി, നമ്മുടെ SCRT ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ട്രെൻഡ് മനസ്സിലാക്കി നമ്മുടെ ടീം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കണ്ടന്റ് ടീം വർക്ക് ചെയ്ത് നിങ്ങൾക്കായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി, നമ്മൾ തരുന്ന കണ്ടന്റ് നിങ്ങൾ ആ പറയുന്ന സിസ്റ്റമാറ്റിക് ടൈം ടേബിളിലൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നേടാം, ഈ 2027 നമുക്കൊരു ജോലിയായിട്ട് എന്ത് ചെയ്യാം, സമൂഹത്തിലേക്ക് വരാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നമ്മുടെ ടീം അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.